പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ പറ്റി പറയുമ്പോൾ അധിക ബിസിനസ്സുകാരും പറയുന്ന ഒരു കാര്യമാണ് വൈ ഐ നീഡ് ടു ഷെയർ മൈ സ്റ്റോറി. അതുകൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റ് ആണുള്ളതെന്ന്. നമുക്കറിയാം, ഏതൊരു ബിസിനസ്സുകാരൻ്റെ ജേണി എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവർക്കൊരു റിയൽ സ്ട്രഗിളിംഗ് പീരീഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്തായാലും ഉണ്ടാവും. ദാറ്റ്സ് എക്സാക്ട്ലി യുവർ ഓഡിയൻസ് വാണ്ട് ടു ഹിയർ ഫ്രം യു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഡോണ്ട് ബൈ പ്രൊഡക്റ്റ് എനിമോർ, ദേ ബൈ പീപ്പിൾ. കാരണം എന്താണ്? ദേ ക്യാൻ റിലേറ്റ് ഇറ്റ് വിത്ത് ദെയർ എക്സ്പീരിയൻസ്. മാത്രമല്ല, അത് കൂടുതൽ ട്രസ്റ്റ് വർത്തി ആയിരിക്കും, റിയൽ ആയിരിക്കും. ഇനി നാളെ മറ്റൊരു ബിസിനസ് ഓണർക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അതൊരു നല്ല ഇൻസ്പിറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഡയറക്ഷൻ വേണ്ടി വരും. ആൻഡ് യുവർ സ്റ്റോറി ബിക്കം ദെയർ റോഡ് മാപ്പ്. മിക്കപ്പോഴും സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റായ ഒരു വീഡിയോ ഉണ്ടായതിനു ശേഷം മാത്രമേ ഞാൻ പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുള്ളൂ എന്നുള്ളതായിരിക്കും അധികം ആളെയും ബ്ലോക്ക് ആക്കുന്നത്. ഡോണ്ട് വെയിറ്റ് ടു ബി പെർഫെക്റ്റ്. സ്റ്റാർട്ട് ഷെയറിങ് യുവർ എക്സ്പീരിയൻസസ്, യുവർ ജേർണി ആൻഡ് യുവർ ട്രൂത്ത്. ഒരു സ്റ്റോറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, ഹൂ ക്യാൻ ഹെൽപ്പ് ദി സ്റ്റോറി ടുഡേ. അപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റോറി ചെയ്യാൻ തോന്നും. ഞാൻ അറിയുന്ന 1-2 ബിസിനസ് ഓണേഴ്സ്, അവരുടെ സ്റ്റോറി കണ്ടാൽ അവരുടെ ബിസിനസ്സുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, പക്ഷേ ദേ ആർ ഷെയറിങ് ദെയർ നോളജ് ആൻഡ് എക്സ്പീരിയൻസസ് ടു ദ ഓഡിയൻസസ്. സോ മനസ്സിലാക്കുക, സ്റ്റോറി പറയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡായി മാറുന്നത്. നിങ്ങളുടെ സ്റ്റോറിയാണ് നിങ്ങളുടെ USP. ദാറ്റ്സ് യുവർ പേഴ്സണൽ ബ്രാൻഡ് പവർ.